ജനകീയ മുന്നേറ്റത്തിലേക്ക് ഇറങ്ങാനും വേണ്ടി കേരളത്തിൻ്റെ ജനങ്ങളെ സമീപിക്കുക, ജനങ്ങളെ കാണുക എന്ന ആശയം വെച്ചുകൊണ്ടാണ്. സാധാരണ നിലയിൽ 4 മണ്ഡലങ്ങൾ ഒഴികെ ഈ കാനൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ട 4 മണ്ഡലങ്ങൾ ഒഴികെ 136 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് അതിൻ്റെ അർത്ഥതലങ്ങളിൽ തന്നെ ജനസമക്ഷം അവതരിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് 23-ാം തീയതി ആ യാത്രയുടെ ഔപചാരികമായ സമാപനമുണ്ടായത്. ഇനിയിപ്പോൾ 1-2 തീയതികളിൽ മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിൽ കൂടി ജനങ്ങളെ കാണാനും ജനസമക്ഷം ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും പോകുകയുണ്ടാകും. പരാതി ഇതോടൊപ്പമുള്ള വിഷയമാണ്. കേരളത്തിലെ ഗവൺമെൻറ് നവകേരള സദസ്സിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ വലിയ ഒരു ഹോംവർക്ക് നടത്തിയ വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഗവൺമെൻറ്റിൻ്റെ 1-ാം വർഷം കേരളത്തിലെ കഠിനമായ കോവിഡിൻ്റെ നടുവിലായതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൂട്ടിവെച്ചുകൊണ്ട് നടത്തിയ ഫയൽ അദാലത്ത്, അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായി കേരളത്തിലെ മലയോര തീരദേശ മേഖലകളിൽ നടത്തിയ മലയോര തീരദേശ സദസ്സുകൾ, കേരളത്തിൽ അതിനുശേഷം 78 താലൂക്കുകളിലായി 2-3 മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ജനങ്ങളുമായി നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദാലത്തിന് ശേഷം ഓരോ ജില്ലയിലും അദാലത്തിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്നറിയാൻ മന്ത്രിമാർ തന്നെ പങ്കെടുത്ത ഉദ്യോഗസ്ഥ അദാലത്ത്, മേഖലാ യോഗങ്ങൾ, അതിനുശേഷമാണ് ഈ ചടങ്ങിലേക്ക് പോകുന്നത്. നവകേരള സദസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം കേരളത്തിലെ നവകേരള സൃഷ്ടിയിൽ കേരളത്തിലെ മാനിഫെസ്റ്റോ, നവകേരളത്തിൻ്റെ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഗവൺമെൻറ് അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രത്യേകിച്ച് 7.5 വർഷക്കാലത്തിനിടയിൽ 1,07,532 കോടി രൂപ എന്ന കേരളത്തിൻ്റെ അവകാശം നിഷേധിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായും നിലവിലുള്ള ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്ന രീതിക്കെതിരായും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു മനസ്സായി ജനങ്ങളെ കൂട്ടി നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു വിപുലമായിട്ടുള്ള കേരളത്തിൻ്റെ ജനാധിപത്യ മോഡലായിരുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മോഡലുകൾ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ലോകം തന്നെ അവലംബിക്കേണ്ടി വരാവുന്ന വിധത്തിൽ ഒരു ഭരണകൂടം പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാമൂഹിക ബദലാണ് കേരളത്തിൽ നവകേരള സദസ്സിൽ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ കാണാനെത്തുന്ന ജനങ്ങൾ മന്ത്രിമാർക്ക് നിവേദനങ്ങൾ തരാനുള്ളത് പൊതുവായി സ്വീകരിക്കുക എന്ന നിലപാടെടുത്തുകൊണ്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ പരാതിയുമായി എത്തിച്ചേർക്കുന്നവർക്ക് പ്രത്യേക കൗണ്ടർ ഇട്ട് ആ പരാതികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. പരാതി സ്വീകരിക്കുമ്പോൾ തന്നെ അതിനൊരു പൊതു മെത്തേഡ് സ്വീകരിച്ചിരുന്നു. ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ അതാത് ജില്ലയിലെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഓരോ പരാതിയും എടുത്ത് ഏത് വകുപ്പുകളിലേക്കാണ് പോകേണ്ടത് എന്ന് നോക്കി, അതിനു മുമ്പായി ഇത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ഏത് വകുപ്പുകളിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കി ആ വകുപ്പുകളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കണം. അത് ലഭ്യമായി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ ലഭ്യമാകുന്ന പരാതികൾ പരിഹരിക്കണം, 45 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന പരാതികൾ പരിഹരിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ, ഞാനിത് വിശദമായി പറയാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം 6 ലക്ഷം പരാതികൾ കിട്ടി 600 എണ്ണം ബാക്കിയാൽ പോലും അതെങ്ങനെ ബാക്കിയാകും? ചോദ്യങ്ങളും ആവശ്യങ്ങളും പലതരത്തിലാകാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 60 വർഷക്കാലമായി, പ്രത്യേകിച്ച് 2010 മുതൽ കേരളത്തിൽ ഉയരുന്നൊരു പ്രശ്നമാണ് കേരളത്തിലെ പട്ടയ ഭൂമിയിൽ തങ്ങളുടെ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള നിർമ്മാണങ്ങൾ 1801/2010 എന്ന പൊതു താൽപ്പര്യ ഹർജി വന്നതിന് ശേഷം കഴിഞ്ഞ 13 വർഷമായി അല്ലെങ്കിൽ അതിലേറെ വർഷമായി ഏത് ഗവൺമെൻറ് പരാതി സ്വീകരിച്ചാലും വരുന്നൊരു പ്രധാനപ്പെട്ട പരാതിയാണ് ഈ പരാതി. ഏതെങ്കിലും ഗവൺമെൻറ് പരിഹരിക്കാൻ സാധിച്ചോ? പരിഹരിച്ചത് ഇപ്പോഴാണ്. അതിന് പരിഹാരം കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുപോയി നിയമ ഭേദഗതിയാണ്. ആ നിയമ ഭേദഗതി കേരളത്തിൽ പരിഹരിച്ചു എന്ന് പറയും പോലെ കിട്ടുന്ന പരാതികളിൽ വകുപ്പുകൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ജില്ലയിൽ 30-ഉം സംസ്ഥാനത്ത് 45 ദിവസത്തിനുള്ളിൽ നടത്തണം. അത് ചീഫ് സെക്രട്ടറി കൃത്യമായി മോണിറ്റർ ചെയ്യണം. ഇനി കിട്ടാത്ത പരാതികളുണ്ടാകും. ഞങ്ങൾ ഒരുപാട് പരാതികൾ നോക്കി. ലൈഫ് ലൈനിൽ അപേക്ഷ കൊടുക്കാത്തവർ ഞങ്ങൾക്കൊരു വീട് വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. എന്താണിതിന് പോംവഴി എന്ന് പൊതുവായി തീരുമാനിക്കേണ്ടി വരും. കേരളത്തിൽ മാറ്റേണ്ട ചില നിയമ ഭേദഗതികൾ അത് ചിലപ്പോൾ കേരളത്തിൻ്റെ നിയമസഭ ചർച്ച ചെയ്യേണ്ടി വരും. ചിലത് ക്യാബിനറ്റ് ഇടപെട്ട് തീർക്കാവുന്നതാകും. സാധ്യമാകുന്ന നിലവിലുള്ള നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാധ്യമാകുന്ന ജില്ലയിലെ പരാതികൾ 30 ദിവസത്തിനകവും സംസ്ഥാനത്തെ പരാതികൾ 45 ദിവസത്തിനകവും പരിഹരിക്കും. അതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ജില്ലകളിൽ നമ്മൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചാർജ് കൊടുത്തൊരു പരിശോധന അതിൻ്റെ ഭാഗമായി നടത്തും. എന്തായാലും VVIP പെറ്റീഷൻ പോലെയായിരിക്കും നവകേരള സദസ്സുമായി കൊടുക്കുന്ന പരാതികൾ അതിലേക്കുള്ള നയം സ്വീകരിക്കുക. ഈ നവകേരള സദസ്സിൻ്റെ സമാപനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബസ്സിലെ
അവസാനത്തെ പോയിന്റിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അവൈലബിൾ ആയിട്ടുള്ള 3 മന്ത്രിമാരൊഴികെ ബാക്കി എല്ലാവരും ചേർന്ന പിന്നെ ഈ യോഗം വീണ്ടും സാധാരണ എല്ലാ ദിവസങ്ങളിലും പരിപാടികൾക്ക് ശേഷമാണ് യോഗം ചേരാറും പൂർണ്ണമായ ക്യാബിനറ്റ്. അന്ന് അതിനിടയിൽ ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ച കാര്യം, ഇനി പോയാൽ അതത് വകുപ്പുകൾ, അതത് വകുപ്പ് മന്ത്രിമാർ, അതത് വകുപ്പുകളിൽ നൽകപ്പെട്ട പരാതികൾ തീർക്കാൻ പ്രത്യേകമായി വകുപ്പുകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് കൂടി വകുപ്പുകൾക്കകത്ത് സൂക്ഷ്മമായി പരിശോധിക്കണം. അപ്പോൾ